ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അമൽ നീരദിൻ്റെ പുതിയ സിനിമയുടെ പോസ്റ്റർ റീക്രിയേഷനാണ്. ഓൾറെഡി പിക്സാർട്ടിൽ ഈ ഡിസൈൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ചാണ് നമ്മൾ ഇന്ന് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. 4:5 ഇൻസ്റ്റാഗ്രാം സൈസിലുള്ള ഒരു ഫയലാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. റെഫറൻസിന് വേണ്ടി നമ്മളൊരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്ത് അത് ഇൻവേർട്ട് ചെയ്ത് അതിൻ്റെ കളർ ഒറിജിനൽ ഇമേജുമായിട്ട് മാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. പെൻ ടൂൾ ഉപയോഗിച്ച് വൃത്തിയായി ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്ത് കളയാം. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം സെലക്ട് ആൻഡ് മാസ്ക് ഉപയോഗിച്ച് ഹെയർ പോർഷനിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയും റിമൂവ് ചെയ്യാം. ഇമേജിൻ്റെ സൈസ് വേണ്ട പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്പൺ ചെയ്ത് ഒറിജിനൽ പോസ്റ്ററിൻ്റെ അതേ കളർ ടോൺ സ്കിന്നിന് നൽകാം. ഇത്രയും ചെയ്യുമ്പോൾ ഒറിജിനൽ പോസ്റ്ററിലുള്ള അതൊരു കളർ ടോൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഷർട്ടിൻ്റെ കളർ വൈറ്റ് ആണ്, അത് ഞാൻ ബ്ലാക്ക് കളർ ആക്കുകയാണ്. അതിനായി ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ ലൈറ്റ്നെസ് എന്ന ഓപ്ഷൻ -100 വയ്ക്കുക. ഷർട്ട് മാർക്ക് ചെയ്ത് കളർ അപ്ലൈ ചെയ്യാം. ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിലെ സെയിം കളർ ഉപയോഗിച്ച് ഇമേജിൻ്റെ മുകളിലൂടെ ചെറുതായി ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇമേജ് ബാക്ക്ഗ്രൗണ്ടുമായി ബ്ലെൻഡ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇനി ഒറിജിനൽ പോസ്റ്റർ ടോപ്പിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിലെ ലോഗോസ് കട്ട് ചെയ്തെടുക്കാം. ബ്രൈറ്റ് പോർഷൻസ് കുറച്ചുകൂടെ പോപ്പായി നിൽക്കാൻ വേണ്ടി ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ബ്ലെൻഡിങ് ഓപ്ഷൻ ഓവർലേ ആക്കുക. കളർ വൈറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ബ്രൈറ്റ് ആവശ്യമുള്ള പോർഷനിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ഫോണ്ട് നെയിം ഏരിയൽ റെഗുലറാണ്. ഇങ്ങനെ ഈസിയായി ഈ പോസ്റ്റർ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ PST ഫയൽ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്കും അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതിനു മുമ്പ് പിക്സാർട്ടിൽ ഈ പോസ്റ്റർ റീക്രിയേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.